ജൂലൈ 5 വെളുപ്പിന് 4:18 ലോകമെമ്പാടുമുള്ള ഒരു ജനത ഇന്ന് ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ഡാർക്ക് വെബിനുള്ളിലും തിരയുന്നതും അവർ ആകാംക്ഷയോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും ചിലർ പുച്ഛത്തോടുകൂടിയും കാത്തിരിക്കുന്നത് റയോ തൻസുഗി എന്ന് പറയുന്ന ജൂനിയർ ബാബ വാങ്കയുടെ പുതിയ വെളിപ്പെടുത്തൽ. ജപ്പാന്റെ തെരുവുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താണ് ജപ്പാനെ കാത്തിരിക്കുന്ന ആ വലിയ ദുരന്തം. ഇന്ന് ലോകമെമ്പാടും ജപ്പാനിൽ നടക്കാൻ പോകുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തുന്നു. ശാസ്ത്രലോകം ഇതിനെ മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിലും ജനം ഒരു മുൻകരുതലാണ്. കാരണം പണ്ടെപ്പോഴോ നാളുകളിൽ എവിടെയോ അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചത് കൊണ്ട് ജനം ആശങ്കയിലുമാണ്, മറ്റു ചിലർ ആകാംക്ഷയിലുമാണ്, ചിലർ മുൻമുനയിലാണ്. കാരണം അവരുടെ ഇടങ്ങളിലേക്കാണ് ഈ ആപത്തെത്തുമെന്ന് ഈ പറഞ്ഞ റയോ തൻസുഗി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. അവർ അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്നത് അവർ അവരുടെ ഒരു പുസ്തകങ്ങളിലേക്ക് എഴുതി വയ്ക്കും. അതെല്ലാം തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന വിശേഷണങ്ങളാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ് എന്നവർ ലോകത്തിനോടും വിളിച്ചു പറയും. അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളേറെ നടന്നിട്ടുമുണ്ട്, നടക്കാതെയും ഇരുന്നിട്ടുണ്ട്. അതിൽ നടക്കാതിരുന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഈ പറയുന്ന ജപ്പാനെ നമുക്കറിയാം, ഒരുപാട് പർവ്വതങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരുപാട് ഭൂകമ്പ സാധ്യതകളുള്ള, ലോകത്തിലെ തന്നെ ഭൂകമ്പത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 18% ഭൂകമ്പ സാധ്യതയുള്ള ഒരിടമാണ് ഈ പറയുന്ന ജപ്പാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നാളിതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ പേടിയിലാണ് ഇന്നും ജപ്പാൻ ജനത ജീവിക്കുന്നത്. പക്ഷെ അവർ അതിനു മുന്നേ പ്രവചിച്ച 2011 പ്രവചിച്ച ഒരു സംഭവം, അവിടെ ഭൂകമ്പം അതുപോലെ തന്നെ സുനാമി ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. അന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്നുകൊണ്ടാണ് അന്ന് ജപ്പാനെ പിടിച്ചു കുലുക്കിയ ആ സംഭവം അവിടെ നടന്നു. ഇപ്പൊ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് 2025 ജൂലൈ 5 വെളുപ്പിന് 4:18 ഇതേ പറയുന്ന റയോ തൻസുഗി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്നോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു ജനത ഒന്നടങ്കം പേടിയുടെയും അതുപോലെ തന്നെ ഒരുപാട് സംശയത്തിന്റെയും നിഴലിലാണ് നിൽക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് പോലും ആ ജനതയ്ക്ക് അറിയില്ല. അതിന്റെ അഗ്നിപർവ്വത സ്ഫോടനമാണോ, അതോ സുനാമിയാണോ, അതോ ഭൂകമ്പമാണോ, അതോ പ്രകൃതി നൽകുന്ന എന്തെങ്കിലും ദുരന്തമാണോ, അല്ലെങ്കിൽ കോവിഡ് പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാരക രോഗങ്ങളാണ്. ഈ പറയുന്ന റയോ തൻസുഗി പറഞ്ഞിട്ടുള്ളതിൽ പെടുന്നത് തന്നെയാണ് 2019 ലോകമെമ്പാടും പൊട്ടിപ്പുറപ്പെട്ട COVID-19. അത് അവർ പ്രവചിച്ചുവെന്നും പിൻകാലങ്ങളിൽ അവർ അവകാശപ്പെടുന്നു. പക്ഷേ ശാസ്ത്രലോകവും അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും വളർച്ച ഇന്ന് ബഹിരാകാശം വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം തിരസ്കരിക്കാൻ പറയുന്നു ചിലർ. പക്ഷെ ഇതിനെയെല്ലാം പേടിയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ജൂലൈ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ജൂലൈ 5 4:18 ലോകമെമ്പാടും ജപ്പാനിലേക്കാണ് കണ്ണു നോക്കുന്നത്. എന്താണ് ജപ്പാന്റെ തെരുവുകളിൽ അല്ലെങ്കിൽ ജപ്പാന്റെ ഇടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഭൂപ്രകൃതിയുടെ ഒരു ഭൂ അന്തരീക്ഷത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികളെ വെച്ചുകൊണ്ടായിരിക്കണം ഏതൊരു വ്യക്തിയും പ്രവചനങ്ങൾ നടത്തുന്നത്. അങ്ങനെ വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ. കാരണം നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷണത്തിലൂടെ മാത്രമേ ഒരു മലയാളി അതിനെ വീക്ഷിക്കുവാൻ പാടുള്ളൂ. കാരണം ജപ്പാന്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം, ഒരുപാട് ഭൂകമ്പ സാധ്യതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് പെട്ടെന്ന് വന്നു കയറാൻ സാധിക്കുന്ന ഒരിടമാണ് ഈ പറയുന്നത് ജപ്പാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് ഒരു പ്രവചിച്ചപ്പോൾ അതിനുള്ളിലുള്ള സത്യം നമ്മൾ ചെയ്യേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ അവർ പറഞ്ഞ അക്യുറേറ്റ് ഡേറ്റിൽ ആ പെർഫെക്റ്റ് ടൈമിലാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ലോകം ഒന്നടങ്കം വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഭൂപ്രകൃതിയുടെ ആ അന്തരീക്ഷത്തിന്റെ ആ പറയുന്ന രാജ്യത്തിന്റെ ഒരു റിസോഴ്സ് വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ നാച്ചുറലിന്റെ ഒരു രീതികൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞ ഒരു വാക്കായി ഇതിനെ കണക്കാക്കപ്പെടും. എന്തായാലും ലോകമെമ്പാടും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ജപ്പാനിലേക്ക് തന്നെയാണ്.
മറ്റു വിശേഷങ്ങളുമായിട്ടും മറ്റു വീഡിയോകളുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.